എത്രയോ കാലങ്ങളായി നാമൊക്കെ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ വിളിച്ചു പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ പാട്ടിലൂടെ അദ്ദേഹം എഴുതി ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടുവെങ്കിൽ അത് ചിലർക്കൊക്കെ പൊള്ളുകയുണ്ടായി. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വേടൻ ആദ്യം പറഞ്ഞത്, ഞാൻ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടുണ്ട്, അത് തെറ്റാണ്, അതിന് തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്, കാരണം ഞാനൊരു കലാകാരനാണ്. അതാണ് നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന സംസ്കാരമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സംഗീതത്തിൽ മുന്നോക്കനും പിന്നോക്കനുമില്ല. മുതുകൂനി തലകൾ താണുമിനിയും എത്ര നാള് നീർനിലങ്ങളിൽ നിന്നടിമയാടുമയാല് തോളോട് തോൾ ചേർന്ന് പോരാടിടാം തീയായിടാം. മലയാള മനോരമയുടെയൊക്കെ ഓഫീസടക്കം ഉള്ള ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു പരിപാടി ഇവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു മീഡിയ പോലും ഇത് കവർ ചെയ്യാൻ പോലും വരുന്നില്ല. ഈ വിവേചനങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന നിലപാടുകളായി പുറത്തു വരുന്നത്. ഈ വിവേചനങ്ങളാണ് വേടനോടും തുടർന്ന് ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേടന് ഐക്യദാർഢ്യം നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. അത് വളരെ അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങൾ ഈ നാടിനാവശ്യമാണ്, വളർന്നു വരുന്ന കലാകാരന്മാർക്കാവശ്യമാണ്. പ്രത്യേകിച്ച് വേടനെതിരെ ഇനിയും ഓരോ ഒളിയമ്പുകളുമായി ഓരോരുത്തർ തക്കം പാത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഐക്യദാർഢ്യങ്ങൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം. നമ്മുടെ യൂടോക്ക് എന്നുള്ള മീഡിയ വേടനൊപ്പം തന്നെ നിലകൊള്ളും എന്ന് ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. വേറെ ഏത് മീഡിയ കവർ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് കഴിയുന്നിടത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. എന്തായാലും വേടനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് CSDS നടത്തിയ ഈ ഒരു സമ്മേളനം, ഈ ഒരു പ്രക്ഷോഭം അവർ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അവരൊരിക്കലും ഈ ഒരു പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. വേടൻ പോലുള്ള ഒരുപാട് പേർക്ക് വേണ്ടി അവർ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. യൂടോക്കിന് വേണ്ടി അക്ഷയദീപ്, ക്യാമറാമാൻ അഭിമോനൊപ്പം.